ലെൻസുകൾ എന്ന പാഠത്തിന്റെ സെക്കൻഡ് ക്ലാസ് ആണിത്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ലെൻസുകളുടെ പ്രതിബിംബ രൂപീകരണം എന്താണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഈ ഒരു സെക്ഷനും പഠിച്ചു പോകാം. പക്ഷെ അതിനു മുമ്പ് നിങ്ങളൊരു കാര്യം ഉറപ്പുവരുത്തേണ്ടത്, നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ട് അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി എന്ന് ഉറപ്പുവരുത്തണം. ഓക്കെ, എന്താണ് കോൺവെക്സ് ലെൻസ് എന്നും എന്താണ് കോൺകേവ് ലെൻസ് എന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. നമുക്ക് നോക്കാം ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന്. ചിത്രത്തിൽ കാണുന്നത് പോലെ കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് ജനലിന്റെ പ്രതിബിംബം സ്ക്രീനിൽ പതിപ്പിച്ചു നോക്കൂ. അതായത് ഇവിടെ ജനലുണ്ട്, ഈ കുട്ടി കയ്യിൽ ഒരു കോൺവെക്സ് ലെൻസ് പിടിച്ചിട്ടുണ്ട് അല്ലെ. ഈ ജനലിന്റെ പ്രതിബിംബം ഒരു സ്ക്രീനിൽ പതിപ്പിച്ചു നോക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ പതിപ്പിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രത്യേകത മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ, തലകീഴായ ഒരു പ്രതിബിംബമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതായത് ഇവിടെ ജനലിന്റെ മുകൾ ഭാഗത്തായിട്ട് ഇവിടെ ഒരു സർക്കിൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ അത് പ്രതിബിംബത്തിൽ എവിടെ ഉണ്ടാകും? താഴെ ഭാഗത്തായിട്ടുണ്ടാകും. അതായത് തലകീഴായിട്ടായിരിക്കും നമുക്ക് പ്രതിബിംബം ലഭിക്കുന്നത്. ഓക്കെ, കോൺകേവ് ലെൻസ് ഉപയോഗിച്ച് പ്രതിബിംബം രൂപീകരിക്കാൻ ശ്രമിച്ചു നോക്കൂ. സാധിക്കുന്നുണ്ടോ? നിരീക്ഷണ ഫലങ്ങൾ സയൻസ് ഡയറിയിൽ എഴുതൂ. കോൺകേവ് ലെൻസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രതിബിംബം രൂപീകരിക്കാൻ കഴിയില്ല. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് താഴെ പഠിക്കാം. ഏത് ലെൻസ് ഉപയോഗിച്ചപ്പോഴാണ് സ്ക്രീനിൽ പ്രതിബിംബം രൂപീകരിക്കുവാൻ കഴിഞ്ഞത്? ഏത് ലെൻസ് ആണ്? കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുമ്പോഴാണ്. ഓക്കെ, കണ്ടോ, നമ്മുടെ പരീക്ഷണം തന്നെ അത് വെച്ചിട്ടായിരുന്നു അല്ലെ ആദ്യം പറഞ്ഞിട്ടുണ്ടായത്. കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് പ്രതിബിംബം രൂപീകരിക്കാൻ കഴിഞ്ഞത് സ്ക്രീനിൽ. സ്ക്രീനിൽ പതിപ്പിക്കാവുന്ന പ്രതിബിംബങ്ങളാണ് യഥാർത്ഥ പ്രതിബിംബങ്ങൾ. ഓക്കെ, ക്വസ്റ്റ്യൻ ഉണ്ടാകും, എന്താണ് യഥാർത്ഥ പ്രതിബിംബങ്ങൾ? സ്ക്രീനിൽ ഇതേപോലെ പതിപ്പിക്കാവുന്ന പ്രതിബിംബങ്ങളാണ് യഥാർത്ഥ പ്രതിബിംബങ്ങൾ. ഇനി മിഥ്യാ പ്രതിബിംബം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമുണ്ട്, അത് നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കാനുണ്ട്. ഞാനിപ്പോ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ആദ്യം, സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയാത്തതും എന്നാൽ നമുക്ക് കാണാൻ മാത്രം കഴിയുന്നതുമായ പ്രതിബിംബങ്ങളാണ് മിഥ്യാ പ്രതിബിംബങ്ങൾ. ഓക്കെ, ഈ ഒരു കാര്യത്തിലേക്ക് നമ്മൾ വീണ്ടും വരും. ഇവിടെ നോക്കുക, യഥാർത്ഥ പ്രതിബിംബങ്ങൾ എന്ന് വെച്ചാൽ സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയുന്ന പ്രതിബിംബങ്ങളാണ് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ അതിന് കുറച്ച് ഉദാഹരണങ്ങൾ എഴുതി നോക്കാം. ക്യാമറയിൽ ലഭിക്കുന്നത്, അതായത് ക്യാമറയിലൊക്കെ ലെൻസുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ക്യാമറയിൽ ലഭിക്കുന്ന പ്രതിബിംബങ്ങൾ, സിനിമ സ്ക്രീനിൽ രൂപപ്പെടുന്ന പ്രതിബിംബങ്ങൾ, ഇതൊക്കെ സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയുന്ന പ്രതിബിംബങ്ങളാണ് അല്ലെ. സിനിമ സ്ക്രീനിലാണല്ലോ നമ്മൾ അത് പതിപ്പിക്കുന്നത്. പിന്നെയോ കണ്ണിലെ റെറ്റിനയിൽ രൂപപ്പെടുന്നത്. ഓക്കെ, നമ്മുടെ കണ്ണിൽ ലെൻസ് ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ അവിടെ കണ്ണിന്റെ ഒരു ഭാഗമാണ് റെറ്റിന, നിങ്ങൾ ബയോളജിയിൽ പഠിക്കുന്നുണ്ടാകും അല്ലെ. അതിൽ രൂപപ്പെടുന്നത് ഇതേപോലെ ഒരു യഥാർത്ഥ പ്രതിബിംബമാണ്. ഓക്കെ, അതായത് നോക്കുക, ഇത് നേത്രഗോളവും ഇത് നമ്മുടെ കണ്ണിലെ കോൺവെക്സ് ലെൻസും ആണെന്ന് വിചാരിച്ചാൽ ഈ പിറകുവശത്ത് റെറ്റിന ഉണ്ട് അല്ലെ. അപ്പോൾ ഈ ഒരു വസ്തുവിന്റെ ഇമേജ്, അതിന്റെ പ്രതിബിംബം നമുക്ക് റെറ്റിനയിൽ പതിക്കുന്നുണ്ട്. അതൊരു യഥാർത്ഥ പ്രതിബിംബമാണ്. ഓക്കെ, ഇതിന്റെ കൂടുതൽ കാര്യം നിങ്ങൾക്ക് ബയോളജിയിൽ പഠിക്കാൻ ഉണ്ടാകും. ഓക്കെ, ഇനി നോക്കുക, നമുക്ക് അടുത്തായിട്ട് പറയാനുള്ള ടോപ്പിക് കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചുള്ള പ്രതിബിംബ രൂപീകരണമാണ്. ഓക്കെ, ലെൻസുകളുടെ പ്രതിബിംബ രൂപീകരണമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്ക് കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചുള്ള പ്രതിബിംബ രൂപീകരണമുണ്ട്, അതിന്റെ ഒരു പരീക്ഷണവും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പ്രകാശ സ്രോതസ്, ഫോക്കസ് ദൂരം കണ്ടെത്തിയ കോൺവെക്സ് ലെൻസ്, ലെൻസ് സ്റ്റാൻഡ്, സ്ക്രീൻ എന്നിവ ചിത്രത്തിലേതുപോലെ ക്രമീകരിക്കുക. ലെൻസിന്റെ ഇരുവശത്തും പരീക്ഷണം ചെയ്യുന്ന പ്രതലത്തിൽ എഫും 2f അളന്ന് അടയാളപ്പെടുത്തുക. എങ്ങനെയാണ് ഫോക്കസ് ദൂരം കണ്ടെത്തുന്ന ഒരു കോൺവെക്സ് ലെൻസിന്റെ എന്ന കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താണ്, ഒരു പ്രതലത്തിൽ അല്ലെങ്കിൽ ഒരു ഡെസ്കിന്റെ മുകളിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കുക. ഇതുപോലെ ആദ്യം ഒരു സ്ട്രെയിറ്റ് ലൈൻ, ഇങ്ങനെ ഒരു നേർരേഖ വരക്കുക. എന്നിട്ട് അതിന് നടുവിലായിട്ട് ഒരു മാർക്ക് ഇങ്ങനെ ചെയ്തിട്ട് ഒരു മാർക്കിംഗ് കൊടുത്തിട്ട് അവിടെ O എന്ന് എഴുതുക. എന്താണ്, അതിനു മുകളിലാണ് നമ്മൾ ലെൻസ് വയ്ക്കാൻ പോകുന്നത്. ഇവിടെ O എന്ന് സൂചിപ്പിക്കുന്നത് എന്താണ്? ഒപ്റ്റിക് സെന്ററിനെയാണ്, അതായത് പ്രകാശിക കേന്ദ്രം. ഇനി നമുക്ക് ഫോക്കസ് ദൂരം അറിയാമല്ലോ, അത് ഈ ഓയിൽ നിന്ന്, അതായത് പ്രകാശിക കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങനെ മുന്നിലോട്ടും പിന്നിലോട്ടും ആ ഒരു ദൂരം അടയാളപ്പെടുത്തിയിട്ട് അവിടെ മാർക്ക് ചെയ്യുക, F. ഓക്കെ, ഇനി ഈ ഫോക്കസ് ദൂരത്തിന്റെ ഇരട്ടി എടുത്തിട്ട് അവിടെയും മാർക്ക് ചെയ്യുക, 2f അല്ലെ, 2 ഇരട്ടി. ഈ ഫോക്കസ് ദൂരത്തിന്റെ 2 ഇരട്ടി അല്ലേ ഇത്, അതുകൊണ്ട് ഇവിടെ 2f എന്ന് അടയാളപ്പെടുത്തി, ഇവിടെയും 2f എന്ന് അടയാളപ്പെടുത്തി. ഓക്കെ, മനസ്സിലായല്ലോ. എന്നിട്ട് നമ്മൾ ലെൻസ് എടുത്തിട്ട് ഇത് കറക്റ്റ് മുകളിലായിട്ട് വയ്ക്കണം. ഓക്കെ, അതായത് ലെൻസിന്റെ അപവർത്തന തലങ്ങൾ ഇതിന് മുന്നിലും പിന്നിലും ആയിട്ട് വരുന്ന രീതിയിൽ ഇതിന് മുകളിൽ ഇങ്ങനെ വയ്ക്കുക. നോക്കുക,
ഇവിടെ ഈ ചിത്രം നോക്കുക. ഓക്കെ, അതായത് ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ട് ലെൻസ് ഈ ഒരു രീതിയിലാണ് വയ്ക്കേണ്ടത്. അപവർത്തന തലങ്ങൾ ഈ വരയുടെ മുന്നിലും ഇങ്ങനെ പിന്നിലുമായിട്ട് വരുന്ന രീതിയിൽ വയ്ക്കണം. ഓക്കെ ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത് നോക്കാം. ഇവിടെ വസ്തുവിന്റെ പ്രതിബിംബം നമുക്ക് സ്ക്രീനിൽ ലഭിക്കണം. അതായത് ഒരു വശത്ത് നമ്മൾ വസ്തു വയ്ക്കുന്നു, മറുവശത്ത് അതിന്റെ പ്രതിബിംബം സ്ക്രീനിൽ ലഭിക്കണം. അതിനാൽ ഈ പരീക്ഷണത്തിൽ പ്രകാശ സ്രോതസ്സിനെ വസ്തുവായി ഉപയോഗിക്കുന്നു. അതായത് കൃത്യമായിട്ടൊരു പ്രതിബിംബം നമുക്ക് ഇവിടെ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വസ്തുവായിട്ട് ഒരു പ്രകാശ സ്രോതസ്സിനെ തന്നെ എടുത്തു. ഓക്കെ, ഒരു തീനാളം, ഒരു മെഴുകുതിരിയുടെ ആ ജ്വാല എടുത്തു, അങ്ങനെ പരിഗണിച്ചു നമ്മൾ. ഇനി നോക്കിക്കോളൂ, ആദ്യം വസ്തുവിനെ, അതായത് വസ്തു എന്താണ് ഇവിടെ, ആ പ്രകാശ സ്രോതസ് തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഓക്കെ, ആ ജ്വാല തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിനെ 2F-നും അപ്പുറം വച്ച്, എന്താണ് 2F-ന് അപ്പുറം വയ്ക്കണം ആദ്യത്തെ പരീക്ഷണത്തിൽ. അതായത് നോക്കിക്കോളൂ, ഈ ഭാഗത്താണ് നമ്മൾ വസ്തു വയ്ക്കുന്നത്. ഇത് O, ഇത് F, ഇത് 2F നമ്മൾ അളന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ. ഇതിനും അപ്പുറം വയ്ക്കണം എന്നാണ്, 2F-നും അപ്പുറം വയ്ക്കണം. കണ്ടോ, നമ്മൾ 2F-നും അപ്പുറമായിട്ട് വസ്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, 2F-ന് അപ്പുറമായിട്ടാണ് വെച്ചിട്ടുള്ളത്. സ്ക്രീനിന്റെ സ്ഥാനം ക്രമീകരിച്ച് വ്യക്തമായ പ്രതിബിംബം രൂപീകരിക്കൂ. നോക്കുക, സ്ക്രീനിന്റെ സ്ഥാനം ക്രമീകരിക്കണം. അതായത് സ്ക്രീൻ ആദ്യം നമ്മൾ ഇവിടെ വെച്ചു, മുന്നോട്ട് പിറകോട്ടൊക്കെ സ്ക്രീനിങ്ങനെ ചലിപ്പിച്ച് നോക്കി എവിടെയാണ് വ്യക്തമായ പ്രതിബിംബം ലഭിക്കുന്നത് എന്ന് നോക്കി. ഈ ഒരു പരീക്ഷണത്തിൽ പ്രതിബിംബം വ്യക്തമായിട്ട് ലഭിക്കുന്നത് ഈ F-നും 2F-നും ഇടയിലുള്ള ഒരു സ്ഥാനത്ത് വയ്ക്കുമ്പോഴായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ കൃത്യമായിട്ട് വ്യക്തമായിട്ടുള്ള ഒരു പ്രതിബിംബം നമുക്ക് സ്ക്രീനിൽ ലഭിക്കും. ആ പ്രതിബിംബം തലകീഴായതായിരിക്കും, കൂടാതെ വസ്തുവിനേക്കാൾ ചെറുതായിരിക്കും. അതായത് ഇവിടെ കാണുന്ന, യഥാർത്ഥത്തിൽ കാണുന്ന ജ്വാലയേക്കാൾ ചെറിയൊരു ജ്വാലയായിരിക്കും നമുക്കിവിടെ കാണുന്നത്. ഓക്കെ, പ്രതിബിംബത്തിന്റെ പ്രത്യേകതകൾ നിരീക്ഷിച്ച് ചുവടെ നൽകിയ പട്ടികയിൽ രേഖപ്പെടുത്തൂ. 2F-ന് അപ്പുറം വെച്ച കാര്യമായിരുന്നു പറഞ്ഞത്. അപ്പോൾ നമുക്ക് പ്രതിബിംബത്തിന്റെ സ്ഥാനം എവിടെയാണ് കിട്ടുന്നത്? 2F-നും F-നും ഇത് ചെയ്തു നോക്കിയിട്ട് കിട്ടേണ്ട കാര്യമാണ്. ഓക്കെ, 2F-നും F-നും ഇടയിലായിട്ട് കിട്ടും. സവിശേഷതകളോ നോക്കുക, ചെറുതായിരിക്കും. അതായത് വസ്തുവിന്റെ വലുപ്പത്തിനേക്കാളും ചെറിയ വലുപ്പത്തിലായിരിക്കും പ്രതിബിംബം ലഭിക്കുന്നത്. അതുകൊണ്ട് ചെറുത്. പിന്നെയോ തലകീഴായതല്ലേ, അതുകൊണ്ട് നമ്മൾ തലകീഴായത് എഴുതി വെച്ചു. പിന്നെ യഥാർത്ഥം എന്നുകൂടി പറഞ്ഞു. എന്താണ് യഥാർത്ഥം എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് നമുക്ക് അറിയാം അല്ലെ. സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയുന്ന പ്രതിബിംബത്തിനെയാണ് നമ്മൾ യഥാർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾക്ക് വ്യക്തമാണല്ലോ. ഇനി ബാക്കി നമുക്ക് ചെയ്തു നോക്കിയിട്ട് പൂരിപ്പിക്കേണ്ട കാര്യങ്ങളാണ്. നമുക്ക് ഈ ഒരു കാര്യം നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പരിചയപ്പെടാനുണ്ട്. ഓക്കെ, നമുക്ക് രേഖാചിത്രം പരിചയപ്പെടാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് ചെയ്തു നോക്കാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ നമുക്ക് പരീക്ഷയൊക്കെ ചോദിച്ചാൽ എങ്ങനെയൊക്കെ എഴുതാം എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, ഈ ഒരു കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. രേഖാചിത്രം നോക്കാം. ഇപ്പോൾ നോക്കുക, ഒരു കോൺവെക്സ് ലെൻസിന് മുന്നിൽ വച്ചിരിക്കുന്ന വസ്തുവിൽ നിന്നുള്ള പ്രകാശരശ്മികൾ ലെൻസിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന പാത ചിത്രീകരിക്കാം. നിങ്ങൾക്ക് ആദ്യം 3 ചിത്രങ്ങൾ പരിചയപ്പെടാനുണ്ട്. 1, 2, 3. ഓക്കെ, ഈ 3 ചിത്രങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതിങ്ങനെ ഒരു ബോക്സിൽ എഴുതിയിട്ട് പഠിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. നോക്കുക, ചിത്രങ്ങൾ നിരീക്ഷിച്ച് A എന്ന ബിന്ദുവിൽ നിന്ന്, ഒരു ബിന്ദു, ഓക്കെ, A എന്ന ബിന്ദുവിൽ നിന്ന് വ്യത്യസ്ത പാതയിൽ കോൺവെക്സ് ലെൻസിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികളുടെ പാതയുടെ വിശദാംശം പട്ടികപ്പെടുത്തണം. ഓക്കെ, ഇങ്ങനെ ഒരു രശ്മി പോകുന്നതായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കണ്ടോ, ഇങ്ങനെ ഒന്ന് പോകുന്നതായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. പിന്നെ കണ്ടോ, ഇങ്ങനെ ഒന്ന് പോകുന്നതായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം ഡീറ്റെയിൽ ആയിട്ട്. ആദ്യം നിങ്ങൾ എങ്ങനെയാണ് ഇത്ര ലെൻസും ഈ F, 2F ഒക്കെ വരക്കുന്നത് നോക്കിക്കോളൂ. ആദ്യം നിങ്ങൾ ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കാം. ഒരു സ്ട്രെയിറ്റ് ലൈൻ, ഇങ്ങനെ ഒരു നേർരേഖ വരച്ചു. എന്നാൽ അതിന്റെ ഏകദേശം മധ്യഭാഗത്തായിട്ട് നമ്മൾ ഒരു പോയിന്റ് രേഖപ്പെടുത്തിയിട്ട്, ഇങ്ങനെ ഒരു പോയിന്റ് രേഖപ്പെടുത്തിയിട്ട് അവിടെ O എന്ന് എഴുതി. ഓക്കെ, ഇനി 2-3 സെന്റിമീറ്റർ ഈ ഒരു സൈഡിലോട്ട് എടുത്തിട്ട് നമുക്കൊരു 3 സെന്റിമീറ്റർ എടുക്കാം. ഓക്കെ, ഒരു 3 സെന്റിമീറ്റർ ഈ ഒരു സൈഡിലോട്ട് അളന്നിട്ട് ഇവിടെ F രേഖപ്പെടുത്തി. ഓക്കെ, അപ്പൊ F 3 സെന്റിമീറ്റർ ഈ ഒരു ഭാഗത്തേക്ക് രേഖപ്പെടുത്തിയാൽ മറുഭാഗത്തേക്ക് രേഖപ്പെടുത്തണം. അപ്പൊ ഇവിടുന്ന് വലതു ഭാഗത്തേക്ക് ഒരു 3 സെന്റിമീറ്റർ അളന്നിട്ട് അവിടെയും ഒരു F അടയാളപ്പെടുത്തി. ഇനിയോ F 3 സെന്റിമീറ്റർ ആണെങ്കിൽ നമ്മൾ 2F എത്രയാണ് രേഖപ്പെടുത്തേണ്ടത്? 6 സെന്റിമീറ്റർ അകലത്തിലല്ലേ. അതായത് നമ്മളിപ്പോൾ ഇവിടെ ഓയിൽ നിന്ന് F-ലോട്ട് 3 സെന്റിമീറ്റർ വരച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെ 3 സെന്റിമീറ്റർ അകലത്തിലാണ് നമ്മൾ ഇവിടെ F കൊടുത്തിട്ടുള്ളതെങ്കിൽ 2F-ലേക്ക് എത്ര നീളം വേണം? 3-ന്റെ ഇരട്ടിയായ 6 സെന്റിമീറ്റർ ആയിരിക്കണം അകലം. ഓക്കെ, ക്ലിയർ ആണല്ലോ. അതേപോലെ വലതു ഭാഗത്തേക്ക് അങ്ങനെയാണ്.
ഓയിൽ നിന്ന് എഫിലേക്ക് നമ്മൾ 3 കൊടുത്തു. അങ്ങനെ 3 കൊടുത്തതെങ്കിൽ നമ്മൾ ഈ ഓയിൽ നിന്ന് 2F നീളം എത്രയാകണം? 3ന്റെ ഇരട്ടിയായ 6 സെന്റിമീറ്റർ ആകണം. ഓക്കെ, മനസ്സിലായല്ലോ? നിങ്ങൾ ഇവിടെ എത്രയാണോ എടുക്കുന്നത്, ഈ ഫോക്കസ് ദൂരം എത്രയാണോ എടുക്കുന്നത് അതിന്റെ ഇരട്ടിയാകണം 2F ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, നമുക്ക് രേഖപ്പെടുത്താം. ഒന്നാമത്തെ ചിത്രത്തിൽ എന്താണുള്ളത്? ഒരു ബിന്ദുവിൽ നിന്നും ഇവിടെ എ എന്നൊരു ബിന്ദുവിൽ നിന്നും പ്രകാശിക അക്ഷത്തിന് സമാന്തരമായിട്ട് ഒരു കോൺവെക്സ് ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മി. ഓക്കെ, ഇതാണല്ലോ പ്രകാശിക അക്ഷം, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഇതിന് സമാന്തരമായിട്ടാണ് ഈ രശ്മി വരുന്നതെന്ന് കാണാം. അപ്പോൾ ഇങ്ങനെ പതിക്കുന്ന ഒരു രശ്മിയാണ് നമ്മൾ ആദ്യം പരിഗണിച്ചിരിക്കുന്നത് ഈ ഒന്നാമത്തെ ചിത്രത്തിൽ. ഓക്കെ, ഈ ഒന്നാമത്തെ ചിത്രത്തിൽ നമ്മൾ അതാണ് പരിഗണിച്ചിട്ടുള്ളത്. മറുവശത്ത് ആ രശ്മി എങ്ങനെ പോകുന്നു നോക്കിക്കോളൂ. ഇങ്ങനെ പോകുന്നു അല്ലെ? അതായത് എഫിലേക്ക് കൂടി കടന്നു പോകുന്നു മറുഭാഗത്ത്. ഓക്കെ, ക്ലിയർ അല്ലേ? അതായത് ഇങ്ങനെ നമ്മളൊരു രശ്മി വരക്കുന്നുണ്ടെങ്കിൽ, പ്രകാശിക അക്ഷത്തിന് സമാന്തരമായിട്ട് ഒരു രശ്മി വരക്കുന്നുണ്ടെങ്കിൽ ആ രശ്മി മറുവശത്ത് എഫിൽ കൂടി കടന്നു പോകുന്ന രീതിയിൽ വേണം നമ്മൾ വരക്കാൻ. ഓക്കെ, ഒരു സ്കെയിൽ ഉപയോഗിച്ച് നമ്മൾ ഇങ്ങനെ പ്രകാശിക അക്ഷത്തിന് സമാന്തരമായിട്ട് വരക്കുന്നുണ്ടെങ്കിൽ മറുവശത്ത് സ്കെയിൽ ഉപയോഗിച്ച് വരക്കുന്ന വര ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് എഫിൽ കൂടി കടന്നു പോകുന്ന രീതിയിൽ വരക്കണം. ഇനി രണ്ടാമത്തെ ചിത്രം നോക്കാം. രണ്ടാമത്തെ ചിത്രം കുറച്ചുകൂടി സിമ്പിൾ ആണ്. അതായത് പ്രകാശിക കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മി ദിശാവ്യതിയാനമില്ലാതെ കടന്നു പോകുന്നു. നോക്കിക്കോളൂ, കണ്ടോ? ഇവിടുന്ന് രശ്മി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഓയിൽ കൂടി കടന്നു പോകുന്ന രശ്മിയാണ്. ഇതിന് നമ്മൾ ദിശാവ്യതിയാനം ഇല്ലാതെ അങ്ങനെ നീട്ടി വരച്ചു കൊടുക്കുക. ഓക്കെ, എളുപ്പമല്ലേ? മൂന്നാമത്തെ നോക്കിക്കോളൂ. വസ്തുവിന്റെ അതേ വശത്തുള്ള ഫോക്കസിലൂടെ കടന്ന് ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മി. നോക്കിക്കോളൂ, ഇവിടെ വസ്തു ഇവിടെ ഈ ഭാഗത്താണ്. അതേ വശത്തുള്ള ഫോക്കസ് ഉണ്ടല്ലോ, അതിലെ കൂടി കടന്ന് ലെൻസിലേക്ക് ഒരു പ്രകാശരശ്മി പതിക്കുന്നുണ്ട്. അത് മറുവശത്ത് പ്രകാശിക അക്ഷത്തിന് സമാന്തരമായി കടന്നു പോകുന്നു. ഓക്കെ, ഇതല്ലേ പ്രകാശിക അക്ഷം? അപ്പോൾ ഇതിന് സമാന്തരമായിട്ട് കടന്നു പോകുന്നതായിട്ട് വരക്കണം. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കോളൂ, ഈ ഒന്നാമത്തേതും മൂന്നാമത്തേതും തമ്മിലൊരു ബന്ധമുണ്ട് അല്ലെ? എന്താണത്? ഒന്നാമത്തേൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായത് പ്രകാശിക അക്ഷത്തിന് സമാന്തരമായിട്ട് വരുന്ന രശ്മി മറുവശത്ത് എഫിൽ കൂടി കടന്നു പോകുമെന്നായിരുന്നു. മൂന്നാമത്തേതിലോ വസ്തുവിന്റെ ഭാഗത്ത് എഫിൽ കൂടി വരുന്ന പ്രകാശരശ്മി മറുവശത്ത് പ്രകാശിക അക്ഷത്തിന് സമാന്തരമായിട്ട് പോകുന്നു എന്നതായിരുന്നു. ഓക്കെ, വസ്തുവിലെ ഒരു ബിന്ദുവിൽ നിന്ന് വരുന്ന പ്രകാശരശ്മി ലെൻസിലെ ഏത് ബിന്ദുവിലൂടെ കടന്നു പോയാലും പ്രകാശരശ്മികളുടെ പാത അപവർത്തന നിയമങ്ങൾക്ക് അനുസരിച്ചായിരിക്കും. ഇവിടെ നോക്കുക, ഒരു ലെൻസിന് 2 അപവർത്തന പ്രതലങ്ങളുണ്ട് അല്ലെ? അപ്പോൾ ഇവിടെ ഒരു രശ്മി വരുമ്പോൾ അതിന് ഈ ഒരു ഭാഗത്തും അപവർത്തനം സംഭവിക്കും, ഇവിടെയും അപവർത്തനം സംഭവിക്കും അല്ലെ? നമ്മൾ ഇങ്ങനെ രേഖാചിത്രം വരക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഈ രീതിയിൽ വരച്ചാൽ മതി. അതായത് ഇങ്ങനെ വരച്ചാൽ മതി. 2 പ്രതലങ്ങളിൽ നടക്കുന്ന അപവർത്തനം വെവ്വേറെ നമ്മൾ ഇവിടെ വരച്ച് കാണിക്കണം നിർബന്ധമില്ല. ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഈ ഒരു രീതിയിൽ വരക്കാം. ചിത്രം നിരീക്ഷിച്ചതിൽ നിന്നും ഈ ഒരു ചിത്രം നിരീക്ഷിച്ചതിൽ നിന്നും വിവിധ പാതകളിലൂടെ കടന്നുപോയ പ്രകാശരശ്മികൾ ഒരു ബിന്ദുവിലൂടെ കടന്നു പോകുന്നതായി കാണുന്നില്ലേ? അതായത് ഇവിടെ ഒരു കോൺവെക്സ് ലെൻസിന്റെ ചിത്രം, ഇവിടെ ഒരു വസ്തു വച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചോളൂ. അപ്പൊ വസ്തുവിന്റെ മുകൾ ഭാഗത്ത് നിന്ന് 2 രശ്മികൾ പരിഗണിക്കുക. തൽക്കാലം ഇവിടെ 3 കൊടുത്തിട്ടുണ്ട്, തൽക്കാലം 2 പരിഗണിക്കുക. ഓക്കെ, ഇങ്ങനെ വരുന്ന രശ്മി, അതായത് പ്രകാശിക അക്ഷത്തിന് സമാന്തരമായിട്ട് വരുന്ന രശ്മി മറുവശത്ത് എഫിൽ കൂടി കടന്നു പോകുന്ന അറിയാം. അങ്ങനെ ആ രീതിയിൽ നമ്മൾ ഒരു രശ്മി വരച്ചു. രണ്ടാമതൊന്ന് നമ്മൾ ഈ O, അതായത് പ്രകാശിക കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്നതായിട്ട് വരക്കുന്നുണ്ട്. ഓക്കെ, അതിന് എന്താണ് പ്രത്യേകത? ദിശാവ്യതിയാനം ഇല്ലാതെ നമുക്കത് നീട്ടി വരക്കാം. അങ്ങനെ തന്നെ കടന്നു പോകുന്നു. ഇങ്ങനെ 2 രശ്മികൾ വരക്കുമ്പോൾ ഇത് ഈ മറുവശത്ത് ഒരു പോയിന്റിൽ കൂട്ടിമുട്ടുന്നതായിട്ട് കാണുന്നില്ലേ? D എന്ന പോയിന്റിൽ. ഇതാണ് പ്രതിബിംബത്തിന്റെ സ്ഥാനം. അതായത് ഇവിടെ ഉള്ള ഈ ഒരു വസ്തുവിന്റെ പ്രതിബിംബം നമുക്ക് ഈ ഒരു രീതിയിൽ തലകീഴായിട്ട് ഇവിടെ ലഭിക്കും. ഇനി നമുക്ക് മിനിമം 2 വരക്കണം, പക്ഷെ നമുക്ക് 3 വേണമെങ്കിൽ വരക്കാം. കണ്ടോ, മൂന്നാമത് ഒന്നുകൂടി നമ്മൾ ഇങ്ങനെ വരക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെ കടന്നു പോകും? എഫിൽ കൂടി ആണ് വരുന്നത്, അത് പ്രകാശിക അക്ഷത്തിന് സമാന്തരമായിട്ട് കടന്നു പോകും. അതും ആ സെയിം പോയിന്റ് തന്നെ കൂട്ടിമുട്ടുന്നതായിട്ട് കാണാം. നമുക്ക് മിനിമം 2 വരച്ചാൽ മതി, വേണമെങ്കിൽ 3 ഒക്കെ വരക്കാം. അതിനാൽ ഡിയിൽ, അതായത് ആ കൂട്ടിമുട്ടുന്ന സ്ഥാനത്ത്, ആ സംഗമ സ്ഥാനത്ത് എയുടെ പ്രതിബിംബം ഉണ്ടാകുന്നു. ഇതുപോലെ വസ്തുവിന്റെ ഏതൊരു ബിന്ദുവിൽ നിന്നും ലെൻസിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികളുടെ സംഗമ സ്ഥാനത്തായിരിക്കും വസ്തുവിന്റെ
ആ ബിന്ദുവിന്റെ പ്രതിബിംബം ലഭിക്കുന്നത്. വസ്തുവിലെ ആ ബിന്ദുവിന്റെ പ്രതിബിംബം ലഭിക്കുന്നത്. അതായത് ഇവിടുന്ന് വരുന്ന ഈ ബിന്ദുവിൽ നിന്ന് വരുന്ന ഈ മുകൾ ഭാഗത്തു നിന്ന് വരുന്ന പ്രകാശരശ്മികൾ കൂട്ടിമുട്ടുന്നത് ഈ ഡി എന്ന ബിന്ദുവിലാണ്. അതുകൊണ്ട് ഈ വസ്തുവിന്റെ മുകൾ ഭാഗം നമുക്ക് ഇവിടെ ഡിയിലായിട്ട് കാണും. ഈ മധ്യഭാഗത്തു നിന്ന് ഇതേപോലെ രശ്മികൾ വരുന്നുണ്ടാവുമല്ലോ, അത് കൂട്ടിമുട്ടുന്നത് ഏകദേശം ഈ ഒരു സ്ഥാനത്തായിട്ടായിരിക്കും. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഇവിടെ പ്രതിബിംബം ലഭിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപവർത്തന രശ്മികളുടെ സംഗമസ്ഥാനത്ത് ഒരു സ്ക്രീൻ വെച്ചാൽ അവിടെ പ്രതിബിംബം ദൃശ്യമാകുന്നു. ഈ സംഗമസ്ഥാനത്ത് നമ്മളൊരു സ്ക്രീൻ ഇങ്ങനെ വയ്ക്കുകയാണെങ്കിൽ ആ സ്ക്രീനിൽ നമുക്ക് പ്രതിബിംബം ലഭ്യമാകുന്നു. ഓക്കെ, വ്യത്യസ്ത സ്ഥാനങ്ങളിൽ വസ്തു വയ്ക്കുമ്പോൾ പ്രതിബിംബം രൂപപ്പെടുന്നതിന്റെ രേഖാചിത്രം വരച്ചു പൂർത്തിയാക്കൂ. പ്രതിബിംബത്തിന്റെ സ്ഥാനവും സവിശേഷതകളും കണ്ടെത്തൂ. നമുക്ക് ഇതേപോലെ കുറെ ചിത്രങ്ങൾ വരക്കാനുണ്ട്. ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾക്ക് ഏത് രേഖാചിത്രവും എളുപ്പത്തിൽ തന്നെ വരക്കാൻ കഴിയുന്നതാണ്. 2F അപ്പുറം നമ്മൾ ആദ്യം ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ വരച്ചു. അതിൽ ഓയും എഫും എഫ് രണ്ട് വശത്തും പിന്നെ 2F ഒക്കെ രേഖപ്പെടുത്തി. അത് കഴിഞ്ഞ് ലെൻസും വരക്കണം അല്ലേ. ലെൻസ് എങ്ങനെ വരക്കാം? ജസ്റ്റ് ഇവിടുന്ന് ഈ ഒരു പോയിന്റിൽ നിന്ന് മുകളിൽ ഒരു പോയിന്റ് നമ്മൾ രേഖപ്പെടുത്താം, താഴെയും ഒരു പോയിന്റ് രേഖപ്പെടുത്താം. എന്നിട്ട് അധികം കനമില്ലാത്ത ഒരു ലെൻസ്, അതായത് അധികം തിക്നെസ് ഇല്ലാത്ത ഒരു ലെൻസ് ഇങ്ങനെ വരച്ചു ചേർക്കാം. ഇവിടെ വസ്തു 2F അപ്പുറം. അപ്പോൾ ഇവിടെ വസ്തുവിനെ നമ്മൾ ജസ്റ്റ് ഈ ഒരു രീതിയിലാണ് വരക്കുന്നത്. കണ്ടോ, ഒരു ആരോ മാർക്ക് പോലെ ഇങ്ങനെയാണ് വരക്കുന്നത്. 2F അപ്പുറമായിട്ട് വസ്തുവിനെ നമ്മൾ ഇങ്ങനെ വരച്ചു. ഈ വസ്തുവിന്റെ വലിപ്പം ഈ ലെൻസിന്റെ ഈ ഉയരത്തിനേക്കാളും ചെറുതായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, പ്രതിബിംബത്തിന്റെ സ്ഥാനം എവിടെയാണ് ലഭിക്കുന്നത്? നമുക്ക് നിയമങ്ങൾ അറിയാം അല്ലെ, 3 പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, എങ്ങനെയൊക്കെയാണ് മറുവശത്ത് കൂടി കടന്നു പോകുന്നത് എന്ന്. അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇവിടെ മിനിമം രണ്ട് പ്രകാശരശ്മികൾ വരച്ചിട്ടുണ്ട്. ഒന്ന് പ്രകാശിക അക്ഷത്തിന് സമാന്തരമായിട്ട് വരുന്ന ഒരു രശ്മി, അത് മറുവശത്ത് ഫോക്കസിലൂടെ കടന്നു പോകുന്നതായിട്ട് നമ്മൾ വരച്ചു. പിന്നെയോ ഈ ഓയിൽ കൂടി കടന്നു പോകുന്ന ഒരു രശ്മി വരച്ചിട്ടുണ്ട്. ഓക്കെ, പ്രകാശിക കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്ന ഒരു രശ്മി വരച്ചിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ നീട്ടി വരച്ചു. ഇവിടെ ഈ ബിന്ദുവിലല്ലേ കൂട്ടിമുട്ടുന്ന ഈ പ്രകാശരശ്മികൾ, അതുകൊണ്ട് നമ്മൾ പ്രതിബിംബം ഈ ഒരു രീതിയിൽ വരച്ചു, തലകീഴായ രീതിയിൽ ഇങ്ങനെ വരച്ചു ചേർത്തു. ഓക്കെ, ഇനി പ്രതിബിംബത്തിന്റെ സ്ഥാനം നമുക്ക് എവിടെയാണ് ഇങ്ങനെ വരച്ചാൽ കിട്ടുന്നത്? മറുവശത്ത് ഈ എഫിനും 2F ഇടയിലായിട്ടായിരിക്കും നമ്മൾക്ക് ഈ ബിന്ദു കൂട്ടിമുട്ടുന്നതായിട്ട് കിട്ടുന്നത്. അപ്പൊ അതാണ് പ്രതിബിംബത്തിന്റെ സ്ഥാനം. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. സവിശേഷതകൾ എന്തൊക്കെയാണ്? ഒന്ന് നമുക്ക് മനസ്സിലാക്കാം, തലകീഴായതാണെന്ന് അറിയാം അല്ലെ, തലകീഴായത്. രണ്ടാമത്തതോ ചെറുത്. നോക്കിക്കോളൂ, ഈ വസ്തുവിനേക്കാൾ ചെറുതായിട്ടല്ലേ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് പ്രതിബിംബം, അതുകൊണ്ട് ചെറുത്. പിന്നെ യഥാർത്ഥം, അതായത് ഇവിടെ ഒരു സ്ക്രീൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയും, യഥാർത്ഥമാണ്. ഓക്കെ, മറുവശത്താണല്ലോ പ്രതിബിംബം ലഭിക്കുന്നത്, ഇത് യഥാർത്ഥ പ്രതിബിംബമാണ്. അടുത്തത് വസ്തു 2F വെച്ചാൽ, വസ്തു 2F വച്ചാൽ പ്രതിബിംബത്തിന്റെ സ്ഥാനം കിട്ടുന്നത് 2F തന്നെയായിരിക്കും, മറുവശത്ത് 2F കിട്ടും. ഓക്കെ, അതായത് ഇവിടെ 2F എഴുതുക, മറുവശത്ത് 2F എഴുതുക. ഓക്കെ, 2F വസ്തു 2F വച്ച രീതിയിൽ നമ്മൾ വരച്ചു. ഇങ്ങനെയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ പറഞ്ഞതുപോലെ വരച്ചു. എന്നിട്ട് രണ്ട് രശ്മികൾ വരച്ചു അല്ലെ, ഒന്നിങ്ങനെ വരച്ചു, അത് F കൂടെ കടന്നു പോകുന്നു, മറ്റേത് ഓയിൽ കൂടി ഡയറക്റ്റ് നമ്മളിങ്ങനെ വരച്ചു. അത് കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, അപ്പൊ ഇവിടെ നമ്മൾ പ്രതിബിംബവും ഇങ്ങനെ വരച്ചു ചേർത്തു. പ്രത്യേകതകൾ, സവിശേഷതകൾ എന്തൊക്കെയാണ്? തലകീഴായത് തന്നെയല്ലേ, അതുകൊണ്ട് തലകീഴായത് എന്ന് എഴുതി. വലിപ്പമോ തുല്യ വലിപ്പമാണ്. നോക്കിക്കോളൂ, നമ്മളിങ്ങനെ വരച്ചാൽ നമുക്ക് മനസ്സിലാകും ഇതേ വലിപ്പം തന്നെയാണ് ഇവിടെയും കിട്ടുന്നത്, അതുകൊണ്ട് തുല്യ വലിപ്പം എന്ന് പറയാം. പിന്നെയോ യഥാർത്ഥമാണ് അല്ലെ, അതായത് കോൺവെക്സ് ലെൻസിന്റെ മറുവശത്തല്ലേ പ്രതിബിംബം നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ സ്ക്രീൻ വെച്ചാൽ നമുക്കത് ആ ഒരു സ്ക്രീനിലേക്ക് പതിപ്പിക്കാൻ കഴിയുന്നു, അതുകൊണ്ട് നമുക്ക് പറയാം യഥാർത്ഥമാണെന്ന് പറയാം. അടുത്ത നോക്കുക, വസ്തു 2F F ഇടയിലായിട്ട് വെക്കുന്നു. ഓക്കെ, 2F F ഇടയിലായിട്ട് നമ്മൾ ഒരു വസ്തു ഇങ്ങനെ വെച്ചു. രണ്ട് രശ്മികൾ നമുക്ക് വരക്കാനുണ്ട്. ഒന്ന് പ്രകാശിക അക്ഷത്തിന് സമാന്തരമായിട്ട് ഇങ്ങനെ വരച്ചു, അത് മറുവശത്ത് F കൂടി കടന്നു പോകുന്നതായിട്ട് വരച്ചു. രണ്ടാമതൊന്ന് ഓയിൽ കൂടി കടന്നു പോകുന്നതായിട്ട് നമ്മൾ ഇങ്ങനെ നേരെ വരച്ചു. ഇവിടെ കൂട്ടിമുട്ടുന്നതായിട്ട് കാണും. പ്രതിബിംബം നമുക്ക് ഇങ്ങനെ ഇവിടെ വരക്കാം. പ്രതിബിംബത്തിന്റെ സ്ഥാനം എവിടെയാണ്? ഈ 2F അപ്പുറമായിട്ടാണ്. സവിശേഷതകളോ തലകീഴായതാണ്, പിന്നെയോ വസ്തുവിനേക്കാൾ വലുതാണ് അല്ലെ, അതുകൊണ്ട് വലുത് എന്ന് കൊടുക്കാം. പിന്നെയോ
യഥാർത്ഥമാണ്. കോൺവെക്സ് ലെൻസിന്റെ മറുവശത്തല്ലേ പ്രതിബിംബം രൂപീകരിക്കപ്പെടുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ സ്ക്രീനിൽ അതിനെ പതിപ്പിക്കാം. അത് യഥാർത്ഥമാണ്. ഇനി വസ്തു എഫിലാണെങ്കിലോ പ്രതിബിംബ രൂപീകരണത്തിന് ചിത്രം വരക്കൂ. വസ്തു എഫിലാകുന്ന രീതിയിൽ വരക്കാം. ഇങ്ങനെ വരക്കാം. ആദ്യം നിങ്ങൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ വരക്കാം. ഓക്കെ, എന്നിട്ട് അതിൽ ഓ രേഖപ്പെടുത്താം. എന്നിട്ട് 2-3 സെന്റിമീറ്റർ ഒരു വശത്തേക്ക് അളന്നിട്ട് അവിടെ എഫ് രേഖപ്പെടുത്താം. അതിന്റെ ഇരട്ടി ദൂരത്തിൽ 2F രേഖപ്പെടുത്താം. അതേപോലെ മറുവശത്ത് നിങ്ങൾ ചെയ്യണം. ഓക്കെ, ഇപ്പൊ ഇത് 3 സെന്റിമീറ്റർ ആണെങ്കിൽ ഈ ഒരു സൈഡിലേക്ക് 3 സെന്റിമീറ്റർ തന്നെ നിങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കൂ. ഇനി വസ്തു എഫിലായിട്ട് വരുന്ന രീതിയിൽ ഇങ്ങനെ വരച്ചു. 2 രശ്മികൾ വരക്കാം. ഒന്ന് പ്രകാശിക അക്ഷത്തിന് സമാന്തരമായിട്ട് ഇങ്ങനെ വരച്ചു. അത് മറുവശത്ത് എഫിൽ കൂടി കടന്നുപോയി. പിന്നെ ഓയിൽ കൂടി കടന്നു പോകുന്ന രശ്മിയും വരച്ചു. ഇത് എവിടെയെങ്കിലും കൂട്ടിമുട്ടുന്നുണ്ടോ? ഇല്ല. ഓക്കെ, അതാണ് പറഞ്ഞിട്ടുള്ളത്. അപവർത്തന രശ്മികൾ സംവ്രജിക്കുന്നുണ്ടോ? ഇല്ല. പ്രതിബിംബത്തിന്റെ സ്ഥാനം എവിടെയായിരിക്കും? നമുക്ക് പറയാം ഇത് അനന്തതയിൽ എവിടെയോ കൂട്ടിമുട്ടുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ സങ്കല്പിക്കാം. അങ്ങനെയാണെങ്കിൽ പ്രതിബിംബത്തിന്റെ സ്ഥാനം നമുക്ക് അനന്തതയിൽ എന്ന് പറയാം. ഓക്കെ, മനസ്സിലായല്ലോ. അതായത് ഇപ്പൊ സമാന്തര രശ്മികളാണെന്ന് അറിയാം, സമാന്തര വരകൾ കൂട്ടിമുട്ടുന്നില്ല എന്ന് നമുക്കറിയാം. പക്ഷെ എന്നാലും നമ്മൾ സങ്കല്പിക്കുന്നു എവിടെയോ ദൂരെ എവിടെയോ കൂട്ടിമുട്ടുന്നു എന്ന്. അപ്പോൾ നമുക്ക് ഇവിടെ പ്രതിബിംബത്തിന്റെ സ്ഥാനം, ഈ ഒരു സാഹചര്യത്തിൽ പ്രതിബിംബത്തിന്റെ സ്ഥാനം നമുക്ക് എഴുതാം അനന്തതയിൽ. അങ്ങനെ ഒരു പ്രതിബിംബം രൂപീകരിക്കപ്പെടുമ്പോൾ അതിന്റെ സവിശേഷതകൾ എന്തെല്ലാമായിരിക്കും? തീർച്ചയായിട്ടും തലകീഴായത് തന്നെയായിരിക്കും അല്ലെ? അനന്തതയിൽ ഒരു പ്രതിബിംബം രൂപീകരിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും തലകീഴായത് തന്നെയായിരിക്കും. പിന്നെയോ അത് വളരെ വലുതായിരിക്കും. പിന്നെ അത് യഥാർത്ഥവുമായിരിക്കും. ഓക്കെ, ഈ കോൺവെക്സ് ലെൻസിന്റെ മറുവശത്താണല്ലോ രൂപീകരിക്കപ്പെടുന്നത്. നാം നേരത്തെ ചെയ്ത പരീക്ഷണവുമായി താരതമ്യം ചെയ്തു നോക്കൂ. നേരത്തെ ചെയ്ത പരീക്ഷണം എഫിന് കുറച്ച് അപ്പുറം വെച്ചപ്പോഴായിരുന്നു അല്ലെ? എഫിനും 2Fനും ഇടയിൽ വെച്ചപ്പോഴായിരുന്നു. അപ്പോൾ നമുക്ക് കിട്ടിയത് തലകീഴായത് തന്നെയാണ്, വലുത് തന്നെയാണ്, യഥാർത്ഥവുമാണ്. ഇവിടെ എഫിലേക്ക് വെച്ചപ്പോൾ തലകീഴായതാണ്, വളരെ വലുതാണ്, യഥാർത്ഥവുമാണ്. പ്രതിബിംബം രൂപീകരിക്കപ്പെടുന്നത് അനന്തതയിലാണ്, വിദൂരതയിലാണ്. കോൺവെക്സ് ലെൻസ് എപ്പോഴും യഥാർത്ഥ പ്രതിബിംബം മാത്രമാണോ രൂപീകരിക്കുന്നത്? അല്ല. ആ ഒരു കാര്യമാണ് അടുത്തതിൽ പറയുന്നത്. വസ്തു എഫിനും ലെൻസിനും ഇടയിൽ വയ്ക്കുമ്പോൾ, അതായത് വസ്തു ഈ എഫിനും ഈ ഓക്കും ഇടയിലായിട്ട് വെക്കുന്നു. ഓക്കെ, അങ്ങനെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. രേഖാചിത്രം വരക്കാം. ഒരു രശ്മി ഇങ്ങനെ വരച്ചു, അത് എഫിൽ കൂടി കടന്നു പോകുന്നതായിട്ട് വരച്ചു. മറ്റൊരു രശ്മി ഓയിൽ കൂടി കടന്നു പോകുന്നതായിട്ടും വരച്ചു. ഇനി നോക്കൂ, ഇത് എവിടെയെങ്കിലും കൂട്ടിമുട്ടുന്നുണ്ടോ? ഇല്ല, ഇത് അകന്നു പോകുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നിന്ന് നമ്മൾ നോക്കിയാൽ ഈ രശ്മികളെ നമുക്ക് പിറകോട്ട് നീട്ടി വരക്കാം. അങ്ങനെയാണെങ്കിൽ അത് ഒരു പോയിന്റിൽ കൂട്ടിമുട്ടുന്നു. ഓക്കെ, അതായത് ഈ രശ്മികൾ ഇവിടെ നിന്ന് നോക്കിയാൽ ഇങ്ങനെ ഒരു പോയിന്റിൽ നിന്ന് വരുന്നതായിട്ട് നമുക്ക് തോന്നും. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ കൂട്ടിമുട്ടുന്ന പോയിന്റ് നമുക്കറിയാം. ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു ചിത്രം വരച്ചു. അപ്പൊ ഇതാണ് നമുക്ക് ഈ ഒരു കേസിൽ പ്രതിബിംബമായിട്ട് പറയുന്നത്. ഓക്കെ, അതായത് ഒരു ആരോ നമ്മൾ ഇങ്ങനെ വരച്ചു. ഈ പ്രതിബിംബത്തിനെ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ ഒരു സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയില്ല. പക്ഷേ നമ്മൾ ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ, ലെൻസിലേക്ക് നോക്കുകയാണെങ്കിൽ കുറച്ച് പിറകിലായിട്ട് വളരെ വലിയൊരു പ്രതിബിംബം നമുക്ക് കാണാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇവിടെയുള്ള ഒരു വസ്തുവിന്റെ ഇങ്ങനെ ഒരു വസ്തു ഉണ്ട്. അപ്പൊ ഇതിനെ നോക്കുകയാണെന്ന് വിചാരിച്ചോ. ഇവിടെ നിന്ന് ലെൻസിലെ കൂടെ നമ്മൾ അടുത്ത് ലെൻസ് പിടിച്ച് നോക്കിയാൽ സ്വാഭാവികമായിട്ട് ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ആ വസ്തു വലുതായിട്ട് കാണുന്നില്ലേ? അതാണ് ഇവിടെ കൊടുത്തത് ഇമേജ് ആയിട്ട്, അതായത് പ്രതിബിംബമായിട്ട് കൊടുത്തത് അതിനെയാണ്. കണ്ടോ, ആ വസ്തു വളരെ വലുതായിട്ട് നമുക്ക് കാണും. അതായത് കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചിട്ട് അതിനടുത്തുള്ള ഒരു വസ്തു പിന്നെ നമ്മൾ ഇവിടെ നിന്ന് നോക്കുന്നു, ഈ ഭാഗത്ത് നിന്ന് നോക്കുന്നു. അപ്പോൾ നമുക്ക് വളരെ വലുതായിട്ടായിരിക്കും അതിനെ കാണുന്നത്. ആ ഒരു കാര്യമാണ് ഇവിടെ ഉദ്ദേശിച്ചത്. പക്ഷെ അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അല്ലേ? പക്ഷെ സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല, കാണാൻ മാത്രമേ കഴിയുന്നുള്ളൂ. അതിന് നമുക്ക് ഈ ഒരു സ്ക്രീൻ വെച്ചിട്ട് പതിപ്പിക്കാൻ കഴിയില്ല. പക്ഷെ ഇവിടെ നിന്ന് ലെൻസിലേക്ക് നോക്കിയാൽ നമുക്ക് അതിനെ വലുതായിട്ട് കാണാൻ കഴിയും. അതുകൊണ്ട് അത് മിഥ്യാ പ്രതിബിംബമാണെന്ന് പറയും. പ്രതിബിംബത്തിന്റെ സ്ഥാനം എവിടെയാണ്? വസ്തുവിന്റെ അതേ വശത്താണ്, മറുവശത്തല്ല, വസ്തുവിന്റെ അതേ വശത്താണ്. സവിശേഷതകൾ കണ്ടോളൂ. തലകീഴായതാണോ? അല്ല, നിവർന്നതാണ്. പിന്നെ മിഥ്യയാണെന്ന് പറയാം, അതിനെ സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയുന്നില്ല. വലുതുമാണ്. ഓക്കെ, വലുതാണ്. അതായത് ലെൻസ് ഉപയോഗിച്ച് നമുക്കറിയാം, ഒന്നുകൂടെ പറയുന്നു, ലെൻസ് ഉപയോഗിച്ച് അക്ഷരങ്ങളെയൊക്കെ നോക്കുമ്പോൾ, അടുത്ത് പിടിച്ച് നോക്കുമ്പോൾ അതിനെ നമുക്ക് വലുതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ വസ്തുവിൽ നിന്നും ലെൻസിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികൾ പൊതുവായ ഒരു ബിന്ദുവിലൂടെ കടന്നു പോകുന്നുണ്ടോ? ഇല്ല, അങ്ങനെ കടന്നു പോകുന്നില്ല ഒരു പൊതുവായ ബിന്ദുവിലൂടെ.
അത് കൂട്ടിമുട്ടുന്നില്ലല്ലോ, ഇല്ല. വസ്തുവിൽ നിന്ന് വരുന്ന പ്രകാശരശ്മികൾ അകന്നു പോവുകയല്ലേ ചെയ്യുന്നത്? അതെ. ലെൻസിന്റെ മറുവശത്തു നിന്ന് ഈ വസ്തുവിനെ നിരീക്ഷിക്കുമ്പോൾ വസ്തുവിന്റെ പ്രതിബിംബം നമുക്ക് വലുതായി കാണാൻ കഴിയുന്നല്ലോ. ഇങ്ങനെ സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയാത്ത എന്നാൽ കാണാൻ മാത്രം കഴിയുന്ന പ്രതിബിംബം മിഥ്യയാണ്. സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയാത്തതും എന്നാൽ നമുക്ക് കാണാൻ മാത്രം കഴിയുന്നതുമായ പ്രതിബിംബങ്ങളാണ് മിഥ്യാ പ്രതിബിംബങ്ങൾ. ഓക്കെ, ഇത്രയും കാര്യം മനസ്സിലായാൽ നമുക്ക് ഫസ്റ്റ് ഒരു എക്സ്പെരിമെന്റ് പറഞ്ഞിട്ടുണ്ടല്ലേ, അത് നോക്കാം. വസ്തുവിന്റെ സ്ഥാനം 2f ൽ വച്ചിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ പരീക്ഷണം നടത്തിയാൽ നമുക്ക് പ്രതിബിംബത്തിന്റെ സ്ഥാനം 2f ൽ തന്നെയായിട്ട് ലഭിക്കും, മറുവശത്ത് 2f ലായിട്ട് ലഭിക്കും. ഓക്കെ, ആ ഒരു ഡയഗ്രാം നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. വസ്തു 2f ൽ വെച്ചാൽ നമുക്ക് 2f ൽ തന്നെ, മറുവശത്ത് 2f ൽ തന്നെയായിട്ട് പ്രതിബിംബം ലഭിക്കും. അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരിക്കും? തലകീഴായതായിരിക്കും, തുല്യ വലിപ്പമായിരിക്കും, യഥാർത്ഥമായിരിക്കും. അതാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. തുല്യ വലിപ്പമായിരിക്കും, തലകീഴായതായിരിക്കും, യഥാർത്ഥമായിരിക്കും. ഈ ഒരു പരീക്ഷണം നമ്മൾ ചെയ്തു നോക്കിയാൽ നമുക്ക് ആ ഒരു രീതിയിലായിരിക്കും സ്ക്രീനിൽ പ്രതിബിംബം ലഭിക്കുന്നത്. വസ്തുവിന്റെ സ്ഥാനം 2f നും f നും ഇടയിലായിട്ട് വച്ചാൽ ഇതുപോലെ 2f നും f നും ഇടയിലായിട്ട് നമ്മൾ ഈ മെഴുകുതിരി വയ്ക്കുകയാണെങ്കിൽ പ്രതിബിംബത്തിന്റെ സ്ഥാനം മറുവശത്ത് 2f ന് അപ്പുറമായിരിക്കും. ഓക്കെ, അതായത് ഈ സ്ക്രീൻ നമ്മൾ പിറകോട്ട് നീക്കിയിട്ട് ഈ 2f എന്ന് രേഖപ്പെടുത്തിയതിനും പിറകിലായിട്ട് വയ്ക്കേണ്ടി വരും. അപ്പോഴാണ് നല്ല വ്യക്തമായിട്ട് ഇതിനകത്ത് ഈ മെഴുകുതിരിയുടെ, ഈ ജ്വാലയുടെ പ്രതിബിംബം നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ഓക്കെ, അതാണ് പട്ടികയിൽ കൊടുത്തിട്ടുള്ളത്. ആ പ്രതിബിംബം വലുതായിരിക്കും, തലകീഴായതായിരിക്കും, യഥാർത്ഥമായിരിക്കും, ലഭിക്കുന്നത് 2f ന് അപ്പുറവുമായിരിക്കും. ഇനി f ലാണ് വസ്തു വയ്ക്കുന്നതെങ്കിൽ നമ്മൾ അനന്തതയിൽ പ്രതിബിംബം രൂപീകരിക്കുന്നതായിട്ട് സങ്കല്പിക്കും, അല്ലെങ്കിൽ നമ്മൾ ആ രീതിയിൽ കരുതും, വളരെ അകലെ. അത് വലുതായിരിക്കും, അത് തലകീഴായതായിരിക്കും, യഥാർത്ഥവുമാണ്. ഇനി f നും ലെൻസിനും ഇടയിലായിട്ട് വസ്തു വെച്ചാലോ പ്രതിബിംബം വസ്തുവിന്റെ അതേ ഭാഗത്താണ് ലഭിക്കുന്നത്, അത് വലുതായിരിക്കും, അത് നിവർന്നതായിരിക്കും, അത് മിഥ്യയായിരിക്കും. അതാണ് നമ്മളിവിടെ അവസാനമായിട്ട് പറഞ്ഞത് ഈ ഒരു കാര്യം. ഓക്കെ, ഇതൊന്നുകൂടി കണ്ടു നോക്കുക ആവശ്യമുണ്ടെങ്കിൽ. ഓക്കെ, താങ്ക് യു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.